അപ്പൊ ഏറ്റവും മുന്തിയ കാലം റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കളെ കാലത്ത് നബിയിൽ നിന്ന് നേടി. ഈ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ വളരെ ഉന്നതരാക്കി. അവരിലാരും വിശ്വാസപരമായി പിഴച്ചില്ല, പിഴക്കാൻ അവർക്ക് സാധ്യമല്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ പിൻതലമുറയിൽ വരുന്ന സമൂഹത്തിൽ ഇത്തരം പുതിയ വാദങ്ങൾ അറിയുമെന്ന് അള്ളാഹു തആല അറിയിച്ചു കൊടുത്ത സമൂഹത്തെക്കുറിച്ച പൂർണ്ണമായ അറിവുകൊണ്ട് ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം. നമ്മെക്കുറിച്ച് പോലും പുന്നാര നബിക്ക് അള്ളാഹു തആല പൂർണ്ണമായ അറിവ് നൽകിയിട്ടുണ്ട്. നമ്മളെങ്ങനെ പ്രവർത്തിക്കും, നമ്മുടെ തലമുറയിലെ ഏറ്റവും നല്ലവരാര്, ഏറ്റവും മോശപ്പെട്ടവരാര്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം. അള്ളാഹുവിന്റെ റസൂലിനിക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്ത ഈ വിവരം വെച്ച് അന്നത്തെ സംബോധിതർക്ക് ഏറെക്കുറെ മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ അള്ളാഹുവിന്റെ റസൂൽ ധാരാളം പ്രവചിച്ചിട്ടുണ്ട്. അന്നത്തെ തലമുറക്ക് മനസ്സിലാകാതെ നമ്മുടെ തലമുറക്ക് കൂടുതൽ മനസ്സിലാകുന്ന നിലയിലും അള്ളാഹുവിന്റെ റസൂൽ പ്രവചനം നടത്തിയിട്ടുണ്ട്. ഉദാഹരണമായി ദജ്ജാൽ, യഅ്ജൂജ് മഅ്ജൂജ്, അവരെ കുറിച്ച് പറയുന്നതൊന്നും നബിയുടെ സ്വഹാബാക്കൾക്ക് വളരെ കൂടുതൽ പരിസരത്തെ തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഈമാനിന്റെ വെളിച്ചം കൊണ്ട് കൂടുതൽ അവർക്ക് ബോധ്യമുണ്ടെങ്കിലും പക്ഷെ പരിസര തെളിവുകൾ കൊണ്ട് ബോധ്യപ്പെടുന്നവർ നമ്മളാണ്. നമ്മുടെ കാലത്ത് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പിന്നിൽ വരുന്ന കാലത്ത് വരുന്ന ഈ ദുശക്തികളെ ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ സാധാരണക്കാർക്ക് ബോധ്യമാകുന്ന അടയാളങ്ങൾ കൊണ്ട് തന്നെ വിളിച്ചു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നബി തങ്ങൾ ഈ സമുദായത്തോട് ചെയ്യേണ്ട, ഈ സമൂഹത്തോട് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. അത് തങ്ങൾ പൂർണ്ണമായും നിർവഹിച്ചു. അതാണ് നബിയുടെ ദഅവത്ത്, സമ്പൂർണമായ ദഅവത്ത്. ആ ദഅവത്തിന്റെ ഫലമായി ഇസ്ലാമിക അടിസ്ഥാനത്തിൽ ഉസൂല് വളരെ കാലമായി നിലനിന്നു വരുന്നതാണ്. ഈ ഉസൂലിൽ രക്ഷപ്പെടണമെങ്കിൽ വിദഅത്തിന്റെ സംഘങ്ങൾ വരുമെന്ന് കണക്കുകൂട്ടിയ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ അഹബ്ബ മിൻകും അൻ യനാല ബുഹ്ബൂഹത്തൽ ജന്ന ഫൽയൽസമിൽ ജമാഅ. ആരൊരാൾക്ക് സ്വർഗത്തിന്റെ നടുത്തളത്തിൽ പ്രവേശിക്കണം, മടുത്തളം എത്തിപ്പിടിക്കണം എന്നിഷ്ടമുണ്ടോ, അയാൾക്ക് ഹൃദയത്തിന്റെ അകത്ത് ആശയുണ്ടോ, ഫൽയൽസമിൽ ജമാഅ, അവൻ ജമാഅത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ സംഘശക്തി നേരെ വന്ന മുഖ്യധാര ഏതോ ആ ധാരയെ പിടിവിടാതെ കൂടിക്കൊള്ളട്ടെ. ഫഇന്ന ശൈത്വാന മഅൽ വാഹിദ്, കാരണം പിശാച് ഒറ്റപ്പെട്ടു പോകുന്നവരോടൊപ്പമാണ്. വഹുവ മിനൽ ഇത്നൈനി അബ്അദ്, രണ്ട് മുസ്ലിമീങ്ങളും വിശ്വാസികളും കൂടിയാൽ ഒരാളെ പിശാചിന് പറ്റിക്കാൻ കഴിയുന്നത്ര സാധിക്കില്ല. മൂന്നാളാണെങ്കിൽ അത്രയും കഴിയില്ല, നാലാളാണെങ്കിൽ അത്രയും കഴിയില്ല. ജമാഅത്തുൽ മുസ്ലിമീനോ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് തൊട്ട് ഇന്ന് വരെ നിലനിന്നു വരുന്നവരാണ്. ഒരു കാലത്തവർ ഒരാളെ ഉള്ളുവെങ്കിലും ഒരു കാലത്തവർ കുറഞ്ഞവരാണെങ്കിലും ജമാഅത്തുൽ മുസ്ലിമീൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ജമാഅത്തുൽ മുസ്ലിമീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊട്ട് പുന്നാര നബി തൊട്ട് ഖിയാമത്തിന്റെ നാടിലെ കയാരം മുടങ്ങുന്നതുവരെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ സംഘം ഒന്നിച്ചാണ്. ആ സംഘം ഒന്നിച്ച് നിലകൊള്ളുന്ന ധാര ഏതാണോ ആ ധാരയെ പിടികൂടിക്കൊള്ളുക, അതിനെ ലാസിമാക്കിക്കൊള്ളുക. അതിനെ പിടികൂടിയാൽ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. വട്ടം തിരിഞ്ഞ് ഈ ജമാഅത്തിന്റെ രേഖയിൽ നിന്ന് എപ്പോൾ മാറുന്നുവോ അവിടെ പിശാച്ചിന് പഴുതുണ്ട്, നിങ്ങളുടെ വിശ്വാസം തെറ്റിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ച ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങളുടെ മുഖ്യധാരയിലൂടെ കടന്നുവരുന്ന ഇസ്ലാമിന്റെ മൗലിക ഭാഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പരമ്പരാഗതമായി ഉദ്ധരിക്കപ്പെട്ടു വരുന്നതായിരിക്കും ആ തത്വങ്ങൾ അത്രയും. ആ തത്വങ്ങളിലെ ഒരു തത്വവും പരമ്പരാഗതമായി ഉദ്ധരിക്കപ്പെടാതെ വരില്ല. പരമ്പരാഗതമായി ഉദ്ധരിക്കപ്പെട്ടു വരുന്ന തത്വത്തിൽ ആരാർക്ക് ഉദ്ധരിച്ചു കൊടുത്തു, ആരവരിൽ നിന്ന് കൈമാറി, ശേഷമുള്ളവർക്ക് ആര് നൽകി, ഈ പാരമ്പര്യം നിലനിൽക്കും. ഈ പാരമ്പര്യമാണ് ദീനിന്റെ പുത്രന്മാരും പിതാക്കന്മാരും. ദീനിൽ ഈ ജമാഅത്തിന് പിതാക്കളുണ്ട്, പുത്രന്മാരുണ്ട്. ഈ പിതാക്കളും പുത്രന്മാരും തമ്മിലുള്ള ബന്ധം എത്രത്തോളം നിലനിൽക്കുന്നുവോ അത്രത്തോളം ജമാഅത്തുൽ മുസ്ലിമീൻ പിഴക്കില്ല. നമ്മുടെ വിശ്വാസങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഗുരുവര്യന്മാർ, ആ ഗുരുവര്യന്മാരിൽ നിന്ന് നേരിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഗുരുവര്യന്മാർ, അവർക്കത് പഠിപ്പിച്ചു കൊടുത്ത ഗുരുവര്യന്മാർ, ഇങ്ങനെ പരമ്പരാഗതമായി പോയാൽ അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയും തങ്ങളുടെ സംബോധിതരായ നബിയുടെ സ്വഹാബത്ത് വരെയും ചെന്നെത്തും നമ്മുടെ വിശ്വാസത്തിന്റെ പിതാക്കൾ. ഈ പിതാക്കളിലൂടെ കൈമാറി വന്ന വിശ്വാസമായാൽ പിഴക്കില്ല. അടിസ്ഥാനപരമായ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവതാണ്. എന്റെ സാധാരണക്കാരായ വിവരം കുറഞ്ഞ ആളുകൾ മുറുകി പിടിക്കൂ. അള്ളാഹുവിന്റെ റസൂല് തൊട്ട് ഇന്നുവരെയുള്ള മുസ്ലിമീങ്ങളിലുള്ള ഉലമാക്കൾ പരമ്പരാഗതമായി വിവരിക്കുന്നത് ഏത്? അതാണ് ജമാഅത്തുൽ മുസ്ലിമീൻ കൈക്കൊണ്ടുവന്ന പാത. ഇതുകൊണ്ടാണ് 73 സംഘമായി ഈ സംഘം പിരിയുമെന്ന് പഠിപ്പിച്ച റസൂൽ
സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഏക സംഘത്തിന് അടയാളം പറഞ്ഞത് മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബാക്കളും ഇന്ന് നിലകൊള്ളുന്നത് എന്തിലാണോ അതിൽ നിലകൊള്ളുന്നവർ. ഇത് പറഞ്ഞിട്ട് ഷാഫിഈ മദ്ഹബ് അതിൽപ്പെട്ടതല്ല, ഹനഫി മദ്ഹബ് അതിൽപ്പെട്ടതല്ല, സ്വഹാബാക്കൾക്ക് ഈ മദ്ഹബില്ലല്ലോ എന്ന് പറയാൻ വഹാബിയെ കിട്ടും. ഇത് അല്ലാഹുവിന്റെ റസൂൽ ഉദ്ദേശിച്ചിട്ടുമില്ല. മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ അസ്ഹാബും ഏതൊരു മൗലിക വിശ്വാസത്തിലാണോ ആ മൗലിക വിശ്വാസത്തിൽ നിലകൊള്ളുന്നവർ. തങ്ങൾക്കറിയാം ശാഖാപരമായ വിഷയത്തിൽ ഖിയാമത്ത് നാൾ വരെയും ഭിന്നാഭിപ്രായമുണ്ടാകും. അതും കുറച്ചു വരാനും വളരെ വളരെ കുറച്ചു വരാനുമാണ് അഹ്ലുസുന്നത്തിന്റെ ഇമാമുകൾ നാലാലൊരു മദ്ഹബിൽ തന്നെ കർമ്മപരമായ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും അരക്കിത്തുറപ്പിച്ചത്. അവിടെ നിന്ന് തെറ്റാതെ പോകാൻ മുസ്ലിമീങ്ങൾക്ക് ജാഗ്രത നൽകിക്കൊണ്ടിരുന്നത്. ഈ 4 മദ്ഹബിന്റെ ഇപ്പുറം വിട്ടുപോന്നാൽ ഈരും അനൈക്യമുണ്ടാകും. ഇതൊക്കെ ശാഖാപരമാണ്. ശാഖാപരമായ ഭിന്നിപ്പിനപ്പുറം വിശ്വാസപരമായ കാര്യത്തിലേക്ക് ഭിന്നിപ്പെത്തിയാൽ ഈമാൻ തകരാറായി പോകും. ഒന്നുകിൽ വെളിച്ചം പോയ ബിദ്അത്താകും, അല്ലെങ്കിൽ വെളിച്ചം തീർത്തും നഷ്ടപ്പെട്ട കുഫർ മാത്രമുള്ള, ഇരുട്ട് മാത്രമുള്ള കുഫർ ഹൃദയത്തിന്റെ അകത്ത് വരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മങ്ങിയ വിശ്വാസം ബിദ്അത്തും നമുക്ക് വേണ്ട, വെളിച്ചമില്ലാത്ത ബിദ്അത്തും നമുക്ക് വേണ്ട, വെറും കുരാക്കൂരിരുട്ടായ കുഫറും വേണ്ട. അള്ളാഹു നമ്മുടെ വിശ്വാസത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതെപ്പോഴും ഒരു വിശ്വാസി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇതിലൊരു കുറവും സാധാരണക്കാരനും ചെറുപ്പക്കാരൊന്നും വേണ്ട. അള്ളഹാനോട് പ്രാർത്ഥിച്ചോളി. അല്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോഴല്ലേ വിഷമുള്ളൂ. അള്ളഹാനോട് പ്രാർത്ഥിക്കാം നമുക്ക് ഈമാൻ ശരിക്കും നിലനിൽക്കാൻ. ഈ ഈമാൻ നിലനിർത്താൻ എന്താണ് വിദ്യ? മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ അസ്ഹാബും ഏതൊരു വിശ്വാസത്തിൽ നിലകൊണ്ടോ ആ വിശ്വാസത്തിൽ നിലകൊള്ളുക. ഈ വിശ്വാസം വളരെ സുവ്യക്തമല്ലേ? ബാപ്പമാരിലൂടെ, അതായത് എന്റെയും നിങ്ങളുടെയും മാമാക്കാനെ അമീതാക്കാനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ദീനിന്റെ പിതാക്കൾ, ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞ ദീനിന്റെ പിതാക്കളായ ഉലമാക്കളും മശായിഖും, ആ മശായിഖുമാരും ഗുരുവര്യന്മാരുമാകുന്ന ഉലമാക്കളിലൂടെ കടന്നു വരുന്നത് ഏതാണോ പാത, ഈ പാതയാണ് ഇസ്ലാമിന്റെ പാത. അതെവിടെ? വിശ്വാസരംഗത്ത്. ഇതിന് സമാനമായ പ്രയോഗം ഖുർആനിലും കാണാം. നൂഹ് നബി മുതൽക്കുള്ള മുഴുവൻ നബിമാരോടും വസിയ്യത്ത് ചെയ്തിട്ടുള്ളതാണ് നബി, അങ്ങക്കും നിർദ്ദേശം നൽകിയിട്ടുള്ള ഇസ്ലാം. നൂഹ് നബി തൊട്ട് അള്ളാഹുവിന്റെ റസൂല് വരെയുള്ള മൗലിക ഭാഗം തൗഹീദുൻ നുബുവ്വത്തും ആഖിറത്തും അല്ലേ? അപ്പൊ തൗഹീദുൻ നുബുവ്വത്തും ആഖിറത്തും എന്ന ഇസ്ലാമിന്റെ അതിമൗലികമായ ഭാഗമാണ് അമ്പിയാക്കൾ മുഴുവൻ ഏകോപിച്ചിട്ടുള്ള ബിന്ദു. ആ ബിന്ദുവാണ് നബിയെ തങ്ങൾക്കും തന്നിട്ടുള്ളത്, നൂഹ് നബി മുതൽ പിടിച്ച് പ്രചരിപ്പിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു പറയുന്നത്. ഏതൊരടിസ്ഥാനത്തിൽ മൗലികതയെ കുറിക്കുന്നുവോ ഇതേ അടിസ്ഥാനത്തിൽ മൗലിക വിശ്വാസങ്ങളെ കുറിക്കുന്ന ഭാഗമാണ്, പദമാണ് മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ അസ്ഹാബ് നിലകൊള്ളുന്ന വിശ്വാസം എന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗം. ഈ മാ അന അലൈഹി വഅസ്ഹാബി എന്ന പ്രയോഗത്തിന്റെ പ്രത്യേകത പിതാക്കന്മാരുണ്ടാകും. ആരാണ് ഇവർക്ക് പഠിപ്പിച്ചത് ഈ വിശ്വാസം എന്ന് ചോദിച്ചാൽ ഇന്നവർ എന്ന് അവർക്ക് പറയാൻ കഴിയും. എന്താണ് ഇതിന്റെ അവലംബം എന്ന് ചോദിച്ചാൽ ഇന്നവരുടെ ഗന്ധം എന്ന് പറയാൻ കഴിയും. ഇത് പറയാൻ കഴിയാത്തതുണ്ടോ? മനസ്സിലാക്കാം. വിവേചനത്തിന്റെ അടയാളം ബിദ്അത്താകുന്നു, അക്കാലത്ത് കടന്നു വന്നതാകുന്നു എന്ന്. അടിസ്ഥാനപരമായി ഇത് മനസ്സിലാക്കിയാൽ പുത്തൻ വാദങ്ങളിലൊന്നും നമ്മൾ ആരും അകപ്പെട്ടു പോവുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കിട്ടിയ വെളിച്ചവും ഇൽമും ദീനും വിവരിച്ചുകൊണ്ട് ചൊല്ലിയ പദ്യശകലമുണ്ട്. ആ ശകലത്തിൽ മഹാനർ പറഞ്ഞത് അൽ ഇൽമു മാ കാന ഫീഹി ഖാല ഹദ്ദസനാ വമാ സിവാ ദാക വസ്വാസു ശയാതീനി. അൽ ഇൽമു മാ കാന ഫീഹി ഖാല ഹദ്ദസനാ വമാ സിവാ ദാക വസ്വാസു ശയാതീനി. നബി തങ്ങളുടെ പ്രചരിപ്പിച്ച ഇൽമ് എന്തൊരു ഇൽമിന്റെ മുഅല്ലിമായാണോ പുന്നാര നബിയെ നിയോഗിച്ചതെങ്കിൽ ആ മുഅല്ലിമായ നബി ഇവിടെ പ്രചരിപ്പിച്ച ഇൽമ്, അതായത് ദീൻ, ഈ ദീൻ യാതൊന്നാണ്. കാന ഫീഹി, അതിലുണ്ടാകും. ഖാല ഹദ്ദസന, എന്നോട് ഇന്നവൻ പറഞ്ഞു, ഞങ്ങളോട് ഇന്നവർ പറഞ്ഞു. അതിന്റെ മുൻപുള്ളവർ പറയും ഞങ്ങളോട് ഇന്നവർ പറഞ്ഞു, ബാക്കിലുള്ളവർ പറയും ഞങ്ങളോട് ഇന്നവർ പറഞ്ഞു. ഇങ്ങനെ ഞങ്ങളോട് ഇന്നവർ പറഞ്ഞു എന്ന് പറയാൻ പറ്റുന്നതുണ്ടെങ്കിൽ അതാണ് ദീൻ, അതാണ് നബി പ്രചരിപ്പിച്ച ഇൽമ്. വമാ സിവാ ദാക, അത് പറയാൻ പറ്റാത്ത ഏതുണ്ടോ വസ്വാസു ശയാതീനി, അത് പൈശാചികമായ ദുർബോധനങ്ങളാകുന്നു എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ ഉണർത്തിയത് ഈമാനിന്റെ കണ്ണുകൊണ്ടുള്ള പ്രകാശം കൊണ്ടുള്ള ഹൃദയത്തിൽ നിന്നും ജ്വലിച്ചിട്ടുള്ള വാക്കാണ്. ഈ വാക്ക് മുറുകെ പിടിച്ചോളൂ എന്റെ ചെറുപ്പക്കാർ, യുവാക്കൾ. ഞങ്ങളോട് ആര് പറഞ്ഞു, നിങ്ങൾക്ക് ആര് തന്നു ഈ ദീൻ എന്ന് ചോദിച്ചാൽ അതിന്നോര് പറഞ്ഞു എന്ന് പറയാം. ഭൗതിക ശാസ്ത്രങ്ങൾ നിങ്ങൾ സ്കൂളുകളിൽ നിന്ന് ഏത് പഠിച്ചാലും അവസാനം എവിടെ എത്തും? ഐൻസ്റ്റീൻ.
ന്യൂട്ടൺ അങ്ങനല്ലേ എത്തുക? ഐൻസ്റ്റീൻ ആര് നൽകി? ഇല്ല. അയാൾ സ്വന്തം തന്റെ വീട്ടുമുറ്റത്ത് നിന്നും ആപ്പിള് വീഴുന്നത് കണ്ടപ്പോൾ ആകർഷണ തത്വം കണ്ടെത്തി. കഴിഞ്ഞു, അവിടെ അവസാനിച്ചു. ഐൻസ്റ്റീൻ ആപേക്ഷിക സത്വം ന്യൂട്ടൺ കണ്ടെത്തി. ഐൻസ്റ്റീൻ ആപേക്ഷിക സത്വം ഉണ്ടാക്കി. ഇതൊക്കെ ഐൻസ്റ്റീന്റെ അപ്പുറം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ പറയാനില്ല. ചിലരൊക്കെ പുതിയ പുതിയ കണ്ടെത്തിയിട്ട് പിന്നെ പറയും. ആയിക്കോട്ടെ, എങ്ങനെ പറഞ്ഞാലും ഇന്നോല് വരെ പോകും. അള്ളാഹുവിന്റെ ഒരു പ്രവാചകരിലേക്കോ അള്ളാഹുവിലേക്കോ ചെന്നെത്തില്ല. അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ പ്രവാചകരിലേക്കും ചെന്നെത്തുന്നത് എന്തോ അതാണ് ദീൻ, അതാണ് നബി പഠിപ്പിച്ച ഇൽമ്. ആ ഇൽമു കൊണ്ട് തന്നെ മനസ്സിലാക്കാം, അള്ളാഹുവിലേക്ക് എത്തുന്നത് വരെ, മുത്തുനബിയിലേക്ക് എത്തുന്നത് വരെ അതിന് സനദ് വേണം. അതാര് നൽകി, ആര് പഠിപ്പിച്ചു എന്ന് പറയാൻ പറ്റണം. ഏതു വാപ്പയാണ് പഠിപ്പിച്ചത് എന്ന് പറയാൻ പറ്റണം. ഇത് ചീത്ത വാപ്പറയല്ലാണ്. ദീനിന്റെ വാപ്പാമാരായ ഉലമാക്കൾ, മശായിഖുമാർ ഇവർ വിവരിച്ചതെന്നാവണം. ഇവരിലൂടെ ലഭിക്കുന്നത് മാത്രമേ ആവൂ. ഇതുകൊണ്ടാണല്ലോ ഒരു വലിയ മഹാനായ ശൈഖിന് മുത്തുനബിയുടെ പ്രമാണമില്ലാതെ, നബി തങ്ങളുടെ സ്വഹാബത്തിന്റെ പ്രമാണമില്ലാതെ കശ്ഫിന്റെ വിവരം കിട്ടിയിട്ട്, സത്യമായ വിവരമാണത്, അത്തരം സത്യമായ വിവരങ്ങൾ കശ്ഫിന്റെ വിവരത്തിലൂടെ ഇന്നേത്തെയോ പണ്ടേത്തെയോ കഴിഞ്ഞ ഒരുപാട് നൂറ്റാണ്ട് മുൻപോയുള്ള നന്ന കവിഞ്ഞാൽ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളവറുകൾ വരെയുള്ള, പോകട്ടെ ഉവൈസുൽ ഖർനി എന്ന താബിഈങ്ങളിലെ മഹാൻ വരെയുള്ള ഏതെങ്കിലും ഒരു മഹാന് നബി തങ്ങളുടെ തിരുമൊഴിയിൽ നിന്നോ ഖുർആനിൽ നിന്നോ നേരിട്ട് കിട്ടിയതല്ലാത്ത വിധം അവർക്ക് കശ്ഫിന്റെ വല്ല വിവരങ്ങളും കിട്ടിയാൽ അത് ഇസ്ലാമിന്റെ ഹുജ്ജത്തല്ല, പ്രമാണമല്ല, മറ്റുള്ളവർക്കുള്ള തെളിവല്ല. അയാൾക്ക് വിശ്വസിക്കാമെന്ന് മാത്രം, അയാളെ വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാം. ഇസ്ലാമിന്റെ പേരിൽ പറയാൻ പറ്റില്ല. ഇതെന്തുകൊണ്ടാണ്? ഇസ്ലാമിന്റെ ദീനാണോ, ഇസ്ലാമിന്റെ ഇൽമാണോ, മുത്തുനബി വരെ മുട്ടി നിൽക്കുന്ന പരമ്പര അതിന് വേണം. ഈ പരമ്പരയില്ലാത്തതാണ് ബിദ്അത്ത്. ഇത് നമ്മുടെ ഇമാമുകൾക്ക് തിരിയും. ഇത് തിരിഞ്ഞതുകൊണ്ട് തന്നെയാണ് അസ്ഹാബിന്റെ കാലം കഴിഞ്ഞ ശേഷം ഉടലെടുത്ത ഖദരിയ്യത്ത്. അസ്ഹാബിന്റെ കാലത്ത് തന്നെ ഇതിന്റെ തുടക്കമുണ്ട്. പക്ഷെ ഇതൊരു പ്രസ്ഥാനമായി വളർന്നില്ല. ഖദർ നിഷേധം എന്ന പോയിന്റിൽ നിൽക്കുന്ന ഒരു വിഭാഗം, ഒരു സംഘം, പുത്തൻ സംഘമാണ്. ഇതൊരു പ്രസ്ഥാനമായി വളർന്നില്ല. ആ സംഘം വന്നു. അതിന്റെ പ്രതികരണം എന്നോണം ജബിരിയത്ത് വന്നു. ഖദരിയത്ത് തന്നെ അള്ളാന്റെ ഖദറൊന്നും തീരെയില്ല, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മളെ കാര്യങ്ങളൊക്കെ. ജബിരിയത്ത് നമ്മളതായിട്ട് ഒന്നുമില്ല, അള്ളാഹു ഉണ്ടാക്കുന്ന അവിടെ നടക്കുന്നതൊക്കെ. ഇത് പ്രതികരണമായിട്ട് വരുമെന്ന് ഉറപ്പല്ലേ? മുർജിഅ ഈ വിധത്തിൽ അമലിൽ നിന്ന് ആളുകളെ പിന്തിച്ചിട്ട് അമലേ വേണ്ട, ഈമാൻ മതി സ്വർഗത്തിൽ എന്ന് പ്രചരിപ്പിക്കുന്നവർ. അള്ളാഹു ഇത്തരത്തിലുള്ള വിദ്യാത്തിൽ നിന്നൊക്കെ ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തി. തൊട്ടടുത്തതാ വരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഖവാരിജുകളും കുറെ പുതിയ വാദങ്ങൾ പറഞ്ഞു. പക്ഷെ ഇസമായി വന്നില്ല. ഖവാരിജുകൾക്കെതിരെ വന്നു റവാഫിദ്. പക്ഷേ പിന്നീട് ഇസമായി വളർന്നു, ഒരു പ്രസ്ഥാനമായി വളർന്നു. ആ പ്രസ്ഥാനമായി വളർന്ന റാഫിദത്ത് ഷിയ. ഇന്നത്തെ കുട്ടിയൊക്കെ പറഞ്ഞാൽ തിരിയില്ല, റവാഫിദ് നമ്മൾ പേര് കൈയൊഴിച്ചില്ലേ. അപ്പൊ ഷിയ എന്ന് പറഞ്ഞത് അവരവരുടെ സംഘത്തിന് നൽകിയ പേരാണ്. ഞങ്ങൾ അലിയാരുടെ സംഘമാകുന്നു. ഷിയ എന്ന് പറഞ്ഞാൽ ഷിഅത്തു അലി, ഞങ്ങൾ അലിയാരുടെ സംഘമാകുന്നു. മഹാനായ ഇമാം ശാഫിഈ ഇക്കാര്യത്തിലും പറയുന്നുണ്ട്, ലൗ കാന ഹുബ്ബു മുഹമ്മദിൻ ലൗ കാന റഫ്ളൻ ഹുബ്ബു ആലി മുഹമ്മദി ഫല്യശ്ഹദി സഖലാനി അന്നീ റാഫിളി. മുഹമ്മദ് നബിയുടെ കുടുംബത്തെ, അലിയാരെയും മക്കളെയും ഇഷ്ടപ്പെടുന്നത് റഫ്ളാണെങ്കിൽ, റാഫിളത്തിന്റെ ബിദ്അത്താണെങ്കിൽ, ഫല്യശ്ഹദി സഖലാനി, ജിന്നും മിൻസും ഉറച്ചു പ്രഖ്യാപിച്ചു കൊള്ളട്ടെ, അന്നി ഞാൻ ശാഫിഈ റാഫിളിയാണ് എന്ന്, ഞാൻ ശാഫിഈ റാഫിളിയാണെന്ന് ലോകം ഉറക്കെ പ്രഖ്യാപിച്ചു കൊള്ളട്ടെ, എനിക്കൊരു കൂസലില്ല. മുത്തുനബിയുടെ കുടുംബത്തോട് എനിക്ക് ഇഷ്ടമുണ്ട്. ഇതല്ല റഫ്ള് എന്ന് ഇമാം ശാഫിഈ തങ്ങൾ പറയുന്നത്. മുത്തുനബിയുടെ കുടുംബത്തോടുള്ള സ്നേഹത്തിന്റെ പേരിൽ നബി കുടുംബത്തിന്റെ പാർട്ടി എന്ന് പറയുന്ന ആ പ്രഖ്യാപനം വാസ്തവത്തിൽ റാഫിദികൾക്ക് അവരുണ്ടാക്കിയ പേരാണ്. അത് നമ്മൾ ഉപയോഗിക്കരുത്. റഫ്ള് എന്ന് പറയുന്നത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെയും ഉമറുൽ ഫാറൂഖ് എന്നിവരെയും ഒഴിവാക്കിയതിന്റെ പേരിൽ ഉണ്ടായ പേരാണ്. ആ പേരാണ് ഷിയ റവാഫിദ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇത് പിന്നീട് പ്രസ്ഥാനമായി വന്നു. പ്രസ്ഥാനമായതിനൊക്കെയും നിലനിൽപ്പുണ്ട്. ഇന്നുമില്ല ഷിയ. ഇപ്പൊ ഇറാൻ, അമേരിക്ക പേടിക്കുന്നു, നമുക്ക് സന്തോഷമുണ്ട്. വിദേഹത്തിന്റെ പാർട്ടിയാണെങ്കിലും മുസ്ലിമീങ്ങളാണല്ലോ. ഒരു മുസ്ലിമീങ്ങളുടെ മുമ്പിൽ പച്ച കാഫറുകൾ നെട്ടട്ടെ, സന്തോഷമാണ്. ഇറാൻ ഷിയ എന്ന് പറയുമ്പോൾ തന്നെ ഭരണകൂടത്തിലെ വിശ്വാസം ഒന്നാണല്ലോ. വിശ്വാസത്തിൽ കുറെ അധികം വിദ്യാർത്ഥി കടന്നിട്ടുണ്ടെങ്കിലും അള്ളാഹും റസൂലും ഒന്നല്ലേ. അള്ളാഹും റസൂലും ആഖിറും കാഫിറാവുമല്ലോ. അത്തരം വിഭാഗം ഒന്നായപ്പോ അതിന്റെ ഒരു ഐക്യം നമുക്കുണ്ട്. ആ ഐക്യദാർഢ്യമാണ്
നമ്മൾ ഇറാനെതിരെ അമേരിക്ക നാക്കനക്കുമ്പോഴേക്ക് നമ്മുടെ ഹൃദയം ഉരുകുന്നത്. കണ്ടോ, ഇറാനെതിരെ അമേരിക്ക നാക്കളിക്കുന്നു മാത്രമോ, അമേരിക്കന്റെ മുടിയൂടാമന്നൻ ഇന്ത്യയിൽ വന്നപ്പം ഭയങ്കര ലഹളിയല്ലേ, മുസ്ലിമീങ്ങൾ എല്ലാരും കൂടിയില്ലേ, ഡൽഹിയിലൊക്കെ കണ്ടില്ലെങ്കിലും വമ്പം പ്രകടനല്ലേ, സുന്ദര പ്രകടനങ്ങൾ, നന്നായ പ്രകടനമാണിത്. ഇത്തരത്തിലുള്ളതിലൊക്കെ കൂടുന്നത് എന്തുകൊണ്ടാണ്? റാഫിളി മുസ്ലിമാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ആ റാഫിളി, ആ വിഭാഗം വിദേഹത്തിന്റെ വിഭാഗമാണ് കേട്ടോ. അത് നമ്മളെ കൂട്ടത്തിൽ തിരിച്ചറിയണം. ഖുമൈനി എന്നൊക്കെ പറഞ്ഞാലും ആയാത്തുള്ളമാര് എന്നൊക്കെ പറയുന്നതൊക്കെ ഷിയ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ പിഴച്ച വിശ്വാസമാണ്. ആ പിഴച്ച വിശ്വാസത്തിന്റെ വേരുകൾ നമ്മൾ തിരിച്ചറിയണം. എങ്കിലും അവർ ഒരു പ്രസ്ഥാനമാണ്. ഇത്തരം പ്രസ്ഥാനങ്ങളെല്ലാം കടന്നു വന്നപ്പോൾ ആ കടന്നു വന്ന പോലെ പോയി. ഉലമാക്കൾ തിരിച്ചറിഞ്ഞു, ഖണ്ഡിതമായി എതിർത്തു. ഇന്ന് അത്തരം സംഘങ്ങള് ഇങ്ങനെ വല്ല ആളും ചരിത്രം പഠിച്ചിട്ട് ഉദ്ധരിക്കാതെ നിങ്ങൾ സാധാരണക്കാർ കേട്ടോ? ഇല്ല. കാരണം വെള്ളിയാഴ്ചയുടെ മിമ്പറിൽ പിടിച്ച വാലിനിതില്ല, രാത്രിയിലെ ഉറുതികളിലും വാലുകളിലും ഇതില്ല. മുസ്ലിമീങ്ങൾ ഉലമാക്കൾക്ക് ഇത് പറയേണ്ടി വരുന്നില്ല. സമൂഹത്തിൽ അത്തരം അപകടങ്ങളില്ല. അപകടങ്ങളില്ലാത്തിടത്തോളം കാലം ചരിത്രത്തിന്റെ കുപ്പകൾ മാന്തിയിട്ട് വിവരങ്ങൾ നൽകിയിട്ട് ആളുകളെ പറ്റിക്കുന്ന സ്വഭാവം നമ്മുടെ ഉലമാക്കൾക്കില്ല. അതുകൊണ്ട് ഇന്ന് വരെയും സുഖമേ ഉണ്ടായിട്ടുള്ളൂ.